1961 കേരളത്തിലെ റിലീജിയസ് സർവേയും 2011 2011 2021 ഇപ്പൊ പിന്നെ അവയിലൂടെയല്ല റിലീജിയസ് സർവേ എന്ന് നോക്കിയാൽ അതിവേഗം അന്യം നിന്ന് പോകുന്ന സമുദായം ഏതാ? ഇതിൽ ഏറ്റവും വേഗം അന്യം നിന്ന് പോകുന്നത് പാർസി സമുദായം, രണ്ടാമത് സിറിയൻ കാത്തലിക്സ് എന്ന് വെച്ചാൽ നമ്മൾ അതിവേഗം പിന്നെ അന്യം. പ്രധാന കാരണം വിവാഹം സ്വീകരിച്ചു, മക്കളില്ലാത്തതിനേക്കാൾ ഭയാനകമാണ് വിവാഹം നടത്താൻ പറ്റാത്ത. തൃശ്ശൂരിൽ നോക്കി വ്യാജ 10,000 പേര് പുരുഷന്മാർ പെണ്ണിനെ കിട്ടാതെ കല്യാണം കഴിക്കാൻ നിൽക്കുന്നുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് ഇപ്പോഴത്തെ പ്രശ്നങ്ങള് പെൺകുട്ടികൾ പറയുന്ന വിവാഹം വേണ്ട എന്ന്. എല്ലാ യുവതിവാക്കളും ടീനേജേഴ്സ് അടക്കം ഇന്ത്യക്ക് പുറത്തേക്ക് പോകുക കാരണങ്ങൾ പലതാ. പക്ഷേ പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ട്. ഇന്ത്യക്ക് പുറത്തുപോയി നമ്മുടെ യുവാക്കള് ജോലി കിട്ടാതെ കാറ്ററിംഗും മറ്റൊക്കെ ചെയ്തു. ചിലവർക്കൊക്കെങ്കിലും അത് ലഹരിയുടെ പെടിയിൽപ്പെട്ടു, അല്ലെങ്കിൽ ലഹരി അത് കൈകാര്യം ചെയ്യുന്നവരായതൊരു തിരിച്ചു പോയിരുന്നു. ഇനി എന്ത് ചെയ്യണം? ഇന്ത്യക്ക് പുറത്തുപോയി എല്ലാ പൈസയും മുടക്കി പോയി തിരിച്ചു വരുന്നവരെ ഇവിടെ പുനരധിവസിപ്പിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കേണ്ട കാലഘട്ടമായിരിക്കും നമുക്ക്. ഈ ചർച്ചകളിൽ അതുകൂടി വേണം. മക്കളില്ലാത്തത് മാത്രമല്ല, വലിയ കുടുംബങ്ങളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാമെന്ന് വേണ്ടി വരും. ഈ മേരിമാത സെമിനാരിയിലെ ഫറൂഖ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് കേരള സഭയ്ക്ക് പിന്നെ യാക്കോബായ സഭകൾക്ക് അടക്കം ഒരുപാട് റിസർച്ച് നടത്തിയ കോശി കമ്മീഷൻ ഏറ്റവും കൂടുതൽ സംഭാവന നൽകി ഫറൂഖ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തകരാണ്. 4 ലക്ഷത്തിലധികം പരാതികൾ അവിടെ എത്തി. എവിടെ കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു കാണുന്നത്? ഇന്ന് ഈ സമുദായത്തിന്റെ വളർച്ചയിൽ സർവേ നടത്തി ചില ഇടവകളിൽ 25-30% ഉള്ളതിന് സർക്കാർ ജോലി നോക്കിയപ്പോൾ 1%, 1.5%, 2% മാക്സിമം. എവിടെ പോയി നമ്മുടെ സമുദായത്തില്? ഡൽഹിയിൽ അന്വേഷിച്ചു. റിട്ടയർ ചെയ്യുന്ന കുറെ നമ്മുടെ കത്തോലിക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഡൽഹിയിലുണ്ട്. റിട്ടയർ ചെയ്യുന്നത് ചെറുപ്പക്കാരെ കാണാനില്ല. എന്ത് പറ്റി ഈ സമുദായത്തിന്? നമ്മുടെ സമുദായത്തില് യുവാക്കള് തൃശ്ശൂര് ബിസിനസ്സുകാരാ. പക്ഷെ കോർപ്പറേറ്റുകളുടെ മുമ്പിൽ തൃശ്ശൂരിന്റെ ബിസിനസ്സുകാർക്ക് ഏകദേശം പറ്റില്ല. ഈ ബിസിനസ്സുകാരെ മോഡേണൈസ് ചെയ്യാൻ അവർ ഒരുമിച്ച് കൂട്ടാൻ ഇപ്പൊ തൃശ്ശൂരിൽ തന്നെ എയ്ഡ് ട്രസ്റ്റ് തുടങ്ങി, ചിന്തിച്ചു തുടങ്ങി, നാഷണൽ ലെവൽ തുടങ്ങി. ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, കാഞ്ഞിരപ്പള്ളി രൂപതകൾ ഒരു ഹെക്മസ് എന്ന് പറഞ്ഞിട്ട് ഇത് രൂപീകരിച്ചു. നമുക്ക് നമ്മുടെ രൂപതകളില് സമുദായത്തെ ഉയർത്താൻ, ഒന്നിച്ചു നിർത്താൻ നമുക്ക് എന്തുകൊണ്ട് ഒരു ഫിനിഷിംഗ് സ്കൂൾ ഉണ്ടായിക്കൂടാ? നമുക്ക് എന്തുകൊണ്ട് നമുക്ക് മോട്ടിവേഷൻ കൊടുത്തുകൂടാ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ഇവിടെ തന്നെ PSC കോച്ചിങ് തുടങ്ങി നമ്മുടെ സമുദായത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ 40 പേരെ തുടങ്ങിയിട്ട് 4 പേരെ സമുദായത്തിന് ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ഒരു ഫെസിലിറ്റേഷൻ തുടങ്ങി, ഫാമിലി അപ്പോസ്റ്റേറ്റ്. അത് ഏറ്റവും കൂടുതൽ നോക്കുന്നത് മുസ്ലിംസ് ആണ്. നമ്മുടേത് എന്ന് വെച്ചാൽ എന്താ നമ്മുടെ സമുദായത്തിന് പറ്റിയത്? രാഷ്ട്രീയ രംഗം വനിതാ ശാക്തീകരണത്തിന് ചോദിക്കുക. രാഷ്ട്രീയ രംഗത്ത് എന്തിയും നമ്മുടെ ഈ ഗ്രാമസഭയിലേക്ക് പോകാതെ എന്തുകൊണ്ട്? നമ്മുടെ സമൂഹത്തിൽ നിന്ന് എന്ത് ആവശ്യം വേണമെങ്കിലും നമ്മുടെ ആൾക്കാർ വേണം. ഇത് മനസ്സിലാക്കുന്നവര് സെക്രട്ടേറിയറ്റിലുണ്ടാവണം, കളക്ടറേറ്റിലുണ്ടാവണം, പഞ്ചായത്ത് ഓഫീസിലുണ്ടാവണം. നമ്മുടെ ജീവിത ചരിത്രത്തേക്കൊന്നും മനസ്സിലാകാതെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇത് അവഗണിക്കപ്പെടുന്നു. നമ്മൾ ശാക്തീകരണം എന്ത് വേണം?